ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി പാസ്റ്റർ ജോസഫ് ജോർജ് ഉണ്ട്. തൃശ്ശൂർ വെസ്റ്റ് സെൻറ്റർ IPCയുടെ സെൻട്രൽ പാസ്റ്ററാണ്. ദീർഘവർഷങ്ങളായി സുവിശേഷ വേലയിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരനൂറ്റാണ്ടോളം 46 വർഷമായി ഒരു സുവിശേഷകനായി പാസ്റ്ററായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ, വിശ്വാസത്തിലേക്ക് അദ്ദേഹം നയിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു അനുഭവങ്ങൾ ഒക്കെ നമ്മളോട് പറയുവാനായിട്ട് അദ്ദേഹം നമ്മളോട് കൂടെയുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന എല്ലാവരോടും കൂടെ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഹാലലിയ ന്യൂസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണവും പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഒരു ഫാമിലി മെമ്പർ ആകുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവുമുണ്ട്. അതിനുള്ള ഓപ്ഷൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനടുത്ത് അത് കാണുവാൻ സാധിക്കും. താല്പര്യമുള്ളവർ അങ്ങനെയും ഞങ്ങളുമായിട്ട് സഹകരിക്കുക. ഒരിക്കൽ കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം പാസ്റ്റർ ജോസഫ് ജോർജ്. പ്രൈസ് ദി ലോർഡ്. തിരുവല്ലയാണ് സ്വദേശം. അതെ, പെരിങ്ങരയിൽ. ഓക്കെ. ജനിച്ചു വളർന്നത് ഒരു മർത്തോമ കുടുംബത്തിലാണ്. മർത്തോമ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത് ഏകദേശം 20-ാമത്തെ വയസ്സിനോടടുത്താണ്. 20-ാമത്തെ വയസ്സിനടുത്ത്. ഓക്കെ. ആ കഥയൊന്ന് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത് എന്ന കഥയൊന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് മർത്തോമയിലെ കാവുമ്പാത്തുള്ള എബനേസർ ചർച്ചിലെ കൂടി വരികയായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു 44 വയസ്സ് പ്രായമായപ്പോഴേ, 44 അതിന് മുമ്പേ തന്നെ ഏതോ മാരക രോഗം, എന്താണെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലേ? ഹോസ്പിറ്റല്, അന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 2 ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് സായിപ്പിൻ്റെ ആശുപത്രി, ഒന്ന് കൊച്ചി ബേബി എന്ന് പറയും GK ഹോസ്പിറ്റൽ. അന്ന് പുഷ്പഗിരി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, കാരണം 1974 സംഭവമാണ്. എന്നിട്ട് അവിടെ നിന്നെല്ലാം തള്ളി കഴിഞ്ഞ ശേഷം ഇവര് ഇതിന്റെ കാരണമൊന്നും പറയുന്നില്ല, രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. 51 വർഷത്തിന് മുമ്പേ. അങ്ങനെ ആശുപത്രി പരാജയപ്പെട്ടു. പിന്നെ എൻ്റെ പിതാവെ പുളിക്കി പമ്പ റിവർ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥനാണ്. പേരെന്തുവായിരുന്നു? A. ജോർജ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ മാവേലിക്കരക്കാരൻ, ഒരു അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം ഈ മന്ത്രവാദം ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അന്നേരം എൻ്റെ ആ പിതാവ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ആശുപത്രിക്കാർ തള്ളി, എല്ലാവരും തള്ളി. അപ്പം അമ്മയ്ക്ക് എന്തുവാ ശരിക്കുള്ള രോഗം എന്തുവാന്ന് അറിയത്തില്ല, എന്നാലും എന്താണ്? അമ്മ കിടപ്പ് തന്നെ, കിടപ്പാണ്, ശാരീരികമായിട്ട് കിടപ്പങ്ങ് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്കാം എന്ന് പറഞ്ഞാലും ആകെ വല്ലാത്ത സാഹചര്യം. എഴുന്നേറ്റ് നടക്കും, അത്യാവശ്യമൊക്കെ പോകും, പക്ഷേ ആകെ തളർന്ന സാഹചര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് മൂത്ത ജ്യേഷ്ഠനാണ്, കൂട്ടാനും ആഹാരങ്ങളൊക്കെ വെക്കുന്ന അങ്ങനത്തെ ഒരു. നിങ്ങൾ എത്ര മക്കളാണ്? 4 ആണുങ്ങളും ഒരു പെണ്ണും. 4 ആണും ഒരു പെണ്ണുമാണ്. ഓക്കെ. ഞങ്ങളെല്ലാവരും സ്ഥാനപ്പെട്ടവരാണ്. ഓക്കെ. പിതാവിന് ജോലി ഉണ്ട്, അപ്പം അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നെൽപ്പാടമുണ്ട്. ഞങ്ങൾക്ക് നെല്ല് വിൽക്കാനുണ്ട്. ആ കാലത്ത് അന്ന് ലെവി കൊടുക്കണം, അന്ന് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ മക്കളെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചക്രം ചവിട്ടി വെള്ളം കയറ്റാനും ചക്രം ചവിട്ടി വെള്ളം, കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാട്, കൃഷിയെ പറ്റി നല്ല അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു വരുമാനമുണ്ട്. പിതാവിൻ്റെ ജോലിയുണ്ട്, അതിൽ നിന്ന് വരുമാനമുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ പിന്നെ മിലിറ്ററി പോയി. പിന്നെ എൻ്റെ നേരെ ജ്യേഷ്ഠൻ ബാങ്ക് ജോലിയായി. അന്നേരം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ വലിയ പണക്കാരൊന്നുമല്ല. മനസ്സിലായി, ഒരു ഇടത്തരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അമ്മയ്ക്ക് ഈ അസുഖം വന്നു, അമ്മ കിടപ്പിലായി. അമ്മയെ ചികിത്സിച്ചിട്ട് ഡോക്ടേഴ്സ് കൈവിട്ടു. അപ്പോഴാണ് മന്ത്രവാദിയെ തേടിപ്പോകുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു. എൻ്റെ അമ്മ വല്ലാത്ത പ്രയാസമാണ്, അതുകൊണ്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കാസായും പീലാസായും കൊണ്ടുവരണം ചോദിച്ചു. നന്ദി കുർബാന. ഇത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ ഞെട്ടി. അന്നേരം ഞാനെന്ന് പറഞ്ഞ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടിരുന്നു. അച്ഛനെ പ്രാർത്ഥിച്ചിങ്ങനെയാണ് എത്രയും വേഗം നീ എടുക്കണേ എന്നുള്ള ഒരു അല്ലാതെ ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആയുസ് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ അച്ഛനുമായിട്ടുള്ള ബന്ധം വിട്ടു, ചുരുക്കം പറഞ്ഞ്. അല്ല, വളരെ പ്രതീക്ഷയോടെ കൊണ്ടതാണ് അച്ഛനെ. കർത്താവ് പ്രാർത്ഥനയിലൊക്കെ വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് മർത്തോമക്കാരായതുകൊണ്ട് നല്ല വിശ്വാസമാണ്. മർത്തോമയിലായതുകൊണ്ട് നല്ല വിശ്വാസമാണ്. കാരണം മർത്തോമക്കാരായിരിക്കുന്ന ഞങ്ങൾ തെങ്ങ് ചെത്താൻ പോലും കൊടുക്കാത്തൊരു സാഹചര്യങ്ങളാണ്. വിശുദ്ധമായ അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ ഉഴപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു? ഇല്ല അങ്ങനെയല്ല. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കാണത്തേ അല്ലാതെ വേറെ ഒരു ക്രിമിനൽ ചിന്താഗതിയോ ഒന്നുമില്ല, ഒരു വഴക്കുണ്ടാക്കണമെന്നോ അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് കളികളോട് വലിയ താല്പര്യമായിരുന്നു. വള്ളം കളിക്കൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ വേറെ മോശമായ വഴി കൂടെ പോയിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പം പിന്നെ അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടും മാറ്റമൊന്നുമില്ല. ഇല്ല. അന്നേരമാണ് ഒടുവിൽ ആശുപത്രി വിട്ടു, അച്ഛൻ വിട്ടു, സകല വൈദ്യവും വിട്ടു. പിന്നാണ് മന്ത്രവാദിയെ തേടുന്നത്. അന്ന് ഇപ്പൊ ഈ മർത്തോമക്കാരെ ഒരു നല്ല മർത്തോമ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദിയുടെ അടുത്തൊന്നും പോകത്തില്ലല്ലോ. ഇല്ല, പോയി അല്ലെങ്കിൽ രക്ഷപ്പെടണ്ടേ. അറ്റ കൈ അവസാന കയ്യെ രക്ഷപ്പെടണ്ടേ. അന്നേരം അയാൾ ഒരുപാട് ബാധ ഒഴിപ്പിക്കുന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടണം. അന്നേരം അങ്ങനെയാണ് മന്ത്രവാദം. പക്ഷെ മന്ത്രവാദം ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. ഈ മന്ത്രവാദി വീട്ടിൽ വന്നോ അതോ അവർ പാർട്ടി എല്ലാവരും കൂടെ വന്നു? ഒത്തിരി പേര് അവരൊരു ടീമായിട്ടാണ് വന്നേക്കുന്നത്. അവര് അങ്ങനെ മന്ത്രവാദത്തിന്റെ ഒരു ടീമാ. അവര് 3-4 പേരുണ്ടെന്ന്. അവർ വന്ന് ഏതാണ് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അർദ്ധരാത്രി 11 മണിയാകുമ്പോഴത്തേക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് ഒരു കോഴിയെ, കറുത്ത കോഴിയെ രക്തം കണ്ടിട്ട് ആ കുടത്തിനകത്തിട്ടിട്ട് കുടം വാങ്ങി പൊട്ടിച്ച് ആ പൊട്ടിക്കുന്നതോടെയാണ് പോകുന്നൊക്കെ പറഞ്ഞത്. എനിക്ക് 51 വർഷത്തെ മുമ്പത്തെ ചരിത്രം കംപ്ലീറ്റ് എനിക്കറിയില്ലെങ്കിൽ യാഥാർത്ഥ്യം ഇതാണ്. മനസ്സിലായി. അങ്ങനെ അവര് വന്ന് മന്ത്രവാദം നടത്തി മേടിച്ചു പോയി. അതിന് വലിയ ഫീസൊക്കെ ആയിരുന്നു? ഡബിൾ ഫീസാണ്. ഡബിൾ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ചെയ്തവർക്ക് വിടുകയാണെന്നതിനെക്കാട്ടിലും നമ്മൾ ഇച്ചിരി കരുണയുള്ളവരായതുകൊണ്ട് വേണ്ട, അവർക്ക് ദ്രോഹം വേണ്ട, വേറെ വഴിക്ക് പൊക്കോട്ടെന്നും പറഞ്ഞു. അങ്ങോട്ട് തിരിച്ചു പോകണ്ട, വേറെ വഴിക്ക് പൊക്കോട്ടെ, അവർക്ക് ദോഷം വേണ്ട. അങ്ങനത്തെ അതിന് ഇരട്ടി ചെലവാ. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു വഴി പോയാൽ മതി. ഒരു വഴി പോയാൽ ഇതാണെങ്കിൽ വേറെ വഴിക്ക് പോകുമ്പോൾ ഒറ്റ അടിക്ക് വിട്ടു. അപ്പൊ അതിന് ചെലവ് കൂടുതലാണ്. അപ്പൊ അത് പണമൊക്കെ മുടക്കി നമ്മൾ നന്നായിട്ട് പണം മുടക്കുക മാത്രമല്ല 51 കുളിക്കടവിലെ മണൽ, കുറച്ച് മണൽ വീതം കൊണ്ടുവരണം. 51 കുളിക്കട. അന്ന് പുഴയില്ല നമ്മുടെ അവിടെ. കൊച്ചു കൊച്ചു പുഴകളുണ്ടല്ലോ, കൊച്ചു കുളിക്കടവ്. അവിടെ പോയിട്ട് നമ്മൾ മണൽ, കുറച്ച് മണൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരണം. 51 സ്ഥലത്തുനിന്ന് മണൽ എടുത്തോണ്ട് വരണം. കുറച്ച് മതി. മനസ്സിലായി. ഒരു 10 ഗ്രാമോ. എന്നാലും ഈ 51 അടുത്ത് പോവാന്ന് പറയുന്നത് അടുത്തടുത്തുണ്ട്. ഞങ്ങൾ സഹോദരന്മാരെ ഓരോ സ്ഥലത്ത് രാവിലെ പോകുമ്പോൾ ആരോടും മിണ്ടാൻ പാടില്ല. വർത്താനം പറഞ്ഞാൽ അതിന്റെ പവർ പോയി. ശരി. അങ്ങനെ പുഴകൾ ഒത്തിരി ഉണ്ട് അവിടെ. ഒത്തിരി പുഴകളല്ല, പുഴകളും തോടുകളും കുളിക്കട ഒരുപാടുണ്ട്. കുളിക്കട ഒത്തിരി ഉണ്ട്. ഇപ്പോഴില്ലല്ലോ. അന്ന് ആരും വീട്ടിൽ കുളിക്കുകയല്ലോ, എല്ലാവരും പുഴയുടെ തൊട്ടടുത്തടുത്തടുത്തുണ്ട്. അങ്ങനെ പോയി മണൽ ശേഖരിച്ച് കൊണ്ടുവന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഈ മന്ത്രവാദത്തിന് മണൽ വേണം. മണൽ വേണം, അങ്ങനെയൊക്കെ വേണം. തെറ്റിപ്പൂവ്, കദളിപ്പഴമേ, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. അതെല്ലാം കൊണ്ടുവരുന്ന. ഇതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുവരണം? അവരൊന്നും കൊണ്ടുവരത്തില്ല. നമ്മൾ പോയി നമ്മൾ കൊണ്ടുവരണം, ശേഖരിച്ചിട്ട് അവർ വരുള്ളൂ. എന്നിട്ട് കോഴിയെ അറുത്ത് ഇതിനകത്ത് മലരോ അവലോ ഏതാണ്ടൊക്കെ കുടത്തിനകത്തിട്ടിട്ട് അവർ മന്ത്രം ചൊല്ലി തുള്ളി ആ വീടിൻ്റെ ഒരു വീടിലല്ല, പറമ്പിൻ്റെ മൂല ചെന്ന് അങ്ങോട്ട് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ബാധയും വേറെ വഴി കൂടെ പോകുന്നതാണ്. പക്ഷെ പോയില്ല. ഇതൊന്നും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസുകാർ വരുന്നത്. ഒരു മാത്തുക്കുട്ടി ഉപദേശിച്ച ഒരാൾ ദൈവദാസം വരുന്നത്. അന്ന് പൊതികോട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ അച്ഛനെന്നൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം മർത്തോമയിലെ ഒരു അൽമായനായിരുന്നു, പ്രാസിംഗനായിരുന്നു. അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകൾ സൗമനിയും അവർ സ്നാനമേറ്റു. അവരുടെ ഷെഡിലെ ആരാധിക്കുന്ന എല്ലാവരും കൂടെ എനിക്കൊന്ന് 10-20 പേരുണ്ടോ സംശയമാണ്, ചിലപ്പോൾ അത് കൂടുതൽ കാണും. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അമ്മ രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ഇളയ പെങ്ങളും അനുജനും കൂടെ പെരിങ്ങര സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇങ്ങോട്ട് വരുന്നിടത്തൊരു പുഴയുണ്ട്. ഇന്ന് പുഴയുണ്ട്, പാലമില്ല, എന്നിട്ട് കടത്തുവെള്ളമുണ്ട്. ഇവരൊരു ഭാഗത്ത് വന്നിട്ട് അവർ പ്രസംഗിക്കുകയാണ്. അവർ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പരിശീലനത്തിൽ വന്നവരാണ്. ഒരാൾ പ്രസംഗിക്കും, മറ്റേ ആൾ ഏറ്റു പറയും. ഒരാൾ പ്രസംഗിച്ചു, യേശു രാജാവ് ആയിട്ട് വരുന്നു, പരിശുദ്ധാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പിടികിട്ടില്ല. അവസാനം പറഞ്ഞു യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഏത് രോഗമായിരുന്നാലും അവരാ വാക്ക് കുറച്ച് കൂട്ടി പറയും. എൻ്റെ ഇളയ പെങ്ങളും എൻ്റെ അനുജനും ഇത് കേട്ടു. 1-2 രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മരിക്കത്തക്ക വണ്ണ എല്ലാ ചേഷ്ടകളും കാണിക്കാൻ തുടങ്ങി. അമ്മ അവസാനം പറഞ്ഞ് ഞാൻ മരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബോധമൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി 10 മണിയോ 12 മണിയോ എൻ്റെ ഇളയ പെങ്ങളും അനുജനും കൂടെ
നേരെ ഒരു ലൈറ്റുമായിട്ട് പൂതികോട് കുഞ്ഞെന്ന് പറഞ്ഞ അച്ഛയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് പറയുകയാണ് അമ്മ മരിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ഭാര്യയും മോളും വന്ന ഹൈസ്കൂളിൽ വന്ന 2 സഹോദരന്മാരും അടുത്തുള്ള ഒരു അമ്മയും മോനും രാത്രി 12 മണിയാകുമ്പം വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് ഇപ്പോഴത്തെ അമ്മയ്ക്ക് ചലനം ഉണ്ടെന്ന് പറയുള്ളൂ. ഇപ്പം മരിക്കുന്നതാണ്. ഇവരെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞ് ഇവർ അന്യഭാഷ വരാൻ തുടങ്ങി. നാട് ഇളകുന്ന സൗണ്ടാണ്. അപ്പോൾ ഫാദറുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്. നാട് ഇളകുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പട്ടികളെല്ലാം ബഹളം കേട്ട് അർദ്ധരാത്രി കുരയ്ക്കാൻ തുടങ്ങി. ഈ പുതിയോട്ട് കുഞ്ഞും ഇവർ 7 പേരേ ഉള്ളൂ. 7 പേര് അന്യഭാഷ. അന്നാണ് ഞാൻ അന്യഭാഷ കേൾക്കുന്നത്. അന്യഭാഷ ഉണ്ടെന്ന് കേൾക്കുന്നതാ. ഇവരിന്നൊരു കട്ടിലിന് ചുറ്റും ഇങ്ങനെ കറങ്ങി അന്യഭാഷ പറയുകയാണ്. ഇങ്ങനെ ഒരാൾ അന്യഭാഷ പറയുന്നു, ബാക്കി 6 പേരും ഏറ്റു പറയുന്നു. അത് പിന്നെ ഭയങ്കര സൗണ്ടായി. അതൊരു എത്ര സമയം എനിക്കറിയില്ല. അത് ശാന്തമായപ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. പൂതിയോട് കുഞ്ഞിനെ സ്വർഗത്തിൽ ഹോമിക്കുന്ന നാഥന യേശുവേ നിന്റെ നാമത്തിൽ കുഞ്ഞമ്മ എഴുന്നേൽക്കുക. എൻ്റെ അമ്മയുടെ ഒരു കുഞ്ഞമ്മയെന്നാണ്. അമ്മ എഴുന്നേൽക്കുകയാണ്. അവർ കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കുന്നു. അമ്മ എഴുന്നേറ്റ് ഇവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കും. അല്പ സൗഖ്യമല്ലേ. ഈ കിടപ്പിൽ മരണാസന്നയായി കിടന്നിരുന്ന അമ്മ എഴുന്നേറ്റു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു. കുഞ്ഞമ്മ എഴുന്നേക്കാൻ എഴുന്നേറ്റു. കട്ടൻ കാപ്പി കുടിച്ചു. പോരത്തരപ്പം നാളെ സഭായ കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ പിതാവ് പമ്പാരൂർ ഫാക്ടറി ജോലിക്കാരനാണ്. എൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മൂത്ത ജ്യേഷ്ഠന് ജോലിയുണ്ട്, എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠന് ജോലിയുണ്ട്. ഞാൻ പട്ടാളത്തിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായിരിക്കുകയാണ്. പട്ടാളത്തിൽ ജ്യേഷ്ഠനൊക്കെ കൊണ്ട് അവിടെ ഓക്കെ ജോലി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സംഭവം ഉണ്ടായത്, ഞാൻ സഭായത്തിന് ആദ്യമായിട്ട് സഭായത്തിന് പോവുകയാണ് ആരാധന കാണാൻ വേണ്ടി. ഇതിനിടയ്ക്ക് വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലാകെ രോഗം, ദുഃഖം, ഞങ്ങളുടെ പശുക്കൾ ചാകുക, അലറി ചാകുക, പട്ടി ഓടി വന്ന് രക്തം ഛർദ്ദിക്കുക, ചാകുക. ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ഒരു സാത്താന്യ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ താല്പര്യമില്ല. അത്ര തകർന്ന ജീവിതം, ഇനി ജീവിക്കാൻ താല്പര്യമില്ല. അതായത് അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു, മറ്റ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊരു ഭാഗത്ത്. പിന്നെ വേറൊരു കാര്യം, സ്വസ്ഥതയില്ല. വേറൊരു കാര്യം, നമുക്ക് ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത 2 കേസുകളുണ്ട്. വെള്ളം കോരാൻ ചെല്ലുമ്പം കിണറ്റ് രക്തം. വെള്ളം കോരാൻ ചെല്ലുമ്പം അന്ന് തൊട്ടിയില്ലേ, നോക്കുമ്പോൾ കിണറിനകത്ത് രക്തമാണ്, രക്തമയങ്ങള്. രക്തം പശുവിനെ കറന്നാൽ പാലല്ല, രക്തം വരുന്നു. ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങളും ഇതെല്ലാം കൊണ്ടായിരിക്കും ഈ മന്ത്രവാദത്തിന് വേണ്ടി ഫാദർ ശ്രമിച്ചത്. ഇതെല്ലാമായിട്ടാണ് നമ്മളെ പള്ളിക്കാർ വിട്ടു, എല്ലാവരും വിട്ടു. എന്നാൽ അതിനിടയ്ക്ക് എൻ്റെ പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നു. പൊടിയാടി എന്ന സ്ഥലത്ത് വെച്ച് എലിവിഷം മേടിച്ച് മുണ്ടിൻ്റെ എളി കുത്തി ഇന്ന് രാത്രിയിൽ ആരും കാണാതെ ചോറിനകത്തിടുക, എല്ലാവരും ചാകുക എന്നുള്ള ചിന്ത വന്നു. പൊടിയാടി എന്നും വൈക്കത്തിലും പാലത്തിനും ഇടയ്ക്ക് ഒരു യാദൃച്ഛിയൊരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ചോദിക്കുക, എൻ്റെ അപ്പൻ്റെ ജോർജ് എന്തുകൊണ്ട് വിശേഷം ചോദിക്കുന്നു. എൻ്റെ പിതാവിന് ഒരു പരിചയമില്ല. വീട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലേ, അതിനൊക്കെ പരിഹാരം ഉണ്ടാകും. നിൻ്റെ എലിക്കകത്തിരിക്കുന്ന എലിവിഷം എടുത്ത് പോകുന്ന വഴിക്ക് വൈക്കത്തിലത്തെ തോട്ടിട്ടേക്കണം പറഞ്ഞു. അതായത് ഈ ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ജോർജ് എന്ന് വിളിച്ചു ചോദിക്കുകയാണ്, വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, അതെല്ലാം പരിഹാരം ഉണ്ടാകും. നിന്റെ എലിക്കകത്തിരിക്കുന്ന എലിവിഷമില്ലേ എടുത്ത് അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയിട്ട് ഇരിഞ്ഞോളാൻ പറഞ്ഞു. ഈ പിതാവിനിങ്ങനെ എലിവിഷം ആരും കാണാതെ വെച്ചിരിക്കുന്നു, ഇയാളെതിരെയാ വരുന്നു, പുറകെയാണെങ്കിൽ പിന്നെ കണ്ടെന്ന് പറയാം. അതെ, പിതാവ് പടിഞ്ഞാട്ട് വരുന്നു, പടിഞ്ഞാറ് നാളെ ഇങ്ങനെ കിഴക്കോട്ട് വരുന്നു. പിതാവ് എടുത്ത് അത് വെള്ളത്തിൽ കളഞ്ഞു. അതങ്ങനൊരു സംഭവം ഉണ്ടായി. പക്ഷെ അത് ദൈവത്തിന് മുൻനിർണ്ണയമാണ്. ഇപ്പം ഞാനും ജ്യേഷ്ഠൻ കർത്താവിൻ്റെ വേലക്കാരാണ്. അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ ഭൂമി കഴിയാൽ അതെല്ലാം ദൈവത്തിൻ്റെ ഭാഗമാണ്. അതൊരു അത്ഭുതമുണ്ട്. അപ്പം അങ്ങനെ പിതാവിനോട് ഇത് പറഞ്ഞു, പുള്ളി അത് അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് അല്പ സൗഖ്യമായി. അതതിന് ശേഷമാണ് ഈ സംഭവിക്കുന്നത്. അതിന് 2-3 വർഷത്തിന് മുമ്പെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതെല്ലാം അതിന് 2-3 വർഷത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ്. ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പോകണം. എൻ്റെ പിതാവ്, അമ്മ, ജ്യേഷ്ഠൻ, വേറെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ കൂടെ അമ്മയുടെ സൗഖ്യമൊക്കെ കണ്ടിട്ട് ജ്യേഷ്ഠൻ കൊണ്ടുവരികയാണ്. എൻ്റെ അപ്പനും പൂതിയോട്ട് കുഞ്ഞിൻ്റെ ചർച്ച, അന്നൊരു ഒരു ഷെഡാണ്. അമ്മ എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ സ്ഥാനപ്പെടാൻ പോകുന്നത്. പിതാവ് എഴുന്നേറ്റ് പറഞ്ഞ് ജ്യേഷ്ഠൻ പറഞ്ഞു. അന്നേരം ഞാൻ
10-20 വയസ്സുണ്ട്. ഞാനിങ്ങനെ ലോകമേത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ മദ്യപാനിയും അങ്ങനത്തെ ഒരാളൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം, ഞാൻ തിരുവല്ല ഭാഗങ്ങളിൽ പോകാത്ത അമ്പലമില്ല, പെരുന്നാൾ കാണാത്ത ഒറ്റ പള്ളിയില്ല. ഞങ്ങൾക്കൊരു ഹരമാത്. മനസ്സിലായി. അവിടെ നാടകം, ഡാൻസ് ഇത് കാണാൻ വേണ്ടി ചെറുപ്പമല്ലേ, ഞാൻ ആവേശം, സകല വെടിക്കെട്ടിന് പോവും, സകല അമ്പലത്തിലെ വെടിക്കെട്ടിന്. അന്നത്തെ ഒക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ. അത്രക്കല്ല, വേറെ ഒരു ക്രിമിനലോ അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളോ എനിക്കില്ല. വഴക്കാളിയൊന്നുമല്ല. അങ്ങനെ വഴക്കിനൊന്നും പോകുന്നേ ഇല്ല. വഴക്കിന് വഴക്കുണ്ടാകുമ്പോഴത്തേന് പഠിത്തമൊക്കെ കഴിഞ്ഞായിരുന്നോ? അതോ പഠിത്തം കഴിഞ്ഞ് ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു. ഈ മിലിറ്ററി പോകാനായിട്ട് പഠിത്തമെല്ലാം കഴിഞ്ഞു, മിലിറ്ററി പോകാനായിട്ടുള്ള പദ്ധതിയിലായിരുന്നു. അങ്ങനെ പുതിയോട്ട കുഞ്ഞു ചോദിക്കണം, എന്താ രാജു മാത്രം മാറി നിൽക്കുക? ഞങ്ങൾ കുടുംബമായിട്ട് പരിചയമുണ്ട്. ഞാൻ എനിക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല അച്ഛാ. അല്ല, ഞാൻ അങ്ങനെ അത് ആണപ്പെടുന്നു. എനിക്ക് മാനസാന്തരം ഇട്ട, അതായത് പിന്നെ വീട്ടിലെല്ലാരും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവര് സാക്ഷ്യം പറഞ്ഞു. പക്ഷേ രാജു മാത്രം മാറി നിൽക്കുന്ന എന്തിനാണ്? മാനസാന്തരം ഉണ്ടായില്ല. എനിക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല. എനിക്കൊരു തുറന്നു പറഞ്ഞു. എനിക്ക് മാനസാന്തരം ഉണ്ടായി. ഞാൻ എന്താ ദാനപ്പെടും ചോദിച്ചു. അത്ത ഒരു വാക്ക് പറഞ്ഞു, അത് ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞാൽ അതൊക്കെ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതൊന്ന് ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ഞങ്ങളുടെ തൊട്ടടുത്തൊരു കടമുണ്ട്. അത് പമ്പയാറിൻ്റെയും മണിമലയാറിൻ്റെ കൈവിടിയുമ്പോൾ കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷനാണ്. എന്നിട്ട് 3 കവലയുണ്ട്. എന്നിട്ട് ഞങ്ങൾ മർത്തോമലയുണ്ട്, ഞങ്ങളുടെ ബന്ധക്കാരൊക്കെ അറിഞ്ഞു സ്നാനപ്പെടാൻ പോകുന്നതുകൊണ്ട് എതിരിന് വന്നില്ല. കാരണം ഈ പുള്ളിക്കാരിയുടെ അമ്മയുടെ എല്ലാവർക്കും വലിയ അത്ഭുതമായി കണ്ടു. ഇത് ഭയങ്കര അത്ഭുതമായതുകൊണ്ട് 3 കര നിറച്ചു ഭയങ്കര ആളെ. എൻ്റെ പിതാവ് പമ്പാരിയൂർ ഫാക്ടറിയിലെ ജോലിക്കാരാണോ, അവിടുത്തെ പെന്തക്കോസുകാരെ ഇളകി വന്നിരിക്കുക. അന്ന് മൈക്കൊക്കെ വെച്ചിട്ട് ഒരു യോഗം നടത്തിയിട്ടാണ് സ്നാനം നടക്കുന്നത്. എന്നാലും ഞാൻ അന്ന് സ്നാനത്തിന് കാണാൻ പോകുന്നില്ല, ഇവിടെ മാറിയിരിക്കുക. ഞാൻ 2 മണിയായി ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, എടാ ഞങ്ങൾ ഒരുങ്ങി സ്നാനപ്പെടാൻ വരാൻ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ സുവിശേഷം വഴിക്കാണ് കർത്താവിന് വേണ്ടി കൊടുത്തതാണ്. എങ്ങനെ? പള്ളിക്ക് നേർന്ന അടിമ വെച്ചെന്ന് പറയാണ്. 12ാമത്തെ വയസ്സിലെ മാരാമണ്ണ് കൺവെൻഷന് അങ്ങനെ മർത്തോമയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി, സമർപ്പണത്തിന് വേണ്ടി 12 വയസ്സുള്ളവരെ തിരഞ്ഞെടുക്കും. അന്ന് എന്നെയും അച്ഛൻ്റെ പേര് കൊടുത്തു. എനിക്ക് പ്രത്യേകമായിട്ട് അവിടുന്ന് കാണ്ടുവന്നു, ഇത്രാം തീയതി മെത്രാച്ചൻ അനുഗ്രഹിക്കുക. അന്ന് യൂഹാനെ മെത്രാപ്പോലിത്തയാണ് ഏറ്റവും വലിയ മെത്രാപ്പോലിത്ത. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോഴഞ്ചേരി പള്ളിക്കകത്താണ് ഞങ്ങളെ മീറ്റിംഗ്. തൻ്റെ സ്വർണ്ണക്കുരിശ് കൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ മുത്തം വെച്ച ശേഷം എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ വിശ്വാസത്തിൽ മർത്തോമയിലെ ഒരു സുവിശേഷകനായി തീരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. എന്നിട്ട് എനിക്കങ്ങനെ ആ രീതിയിൽ പോകണമെന്നുള്ള താല്പര്യം പിന്നെ ഉണ്ടായില്ല. പിന്നെ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മണിക്ക് എനിക്ക് സ്നാനപ്പെടാൻ പോകുന്നതിൻ്റെ അന്ന് 2 മണിയായപ്പോൾ എനിക്ക് പെട്ടെന്ന് നെഞ്ചിനകത്തൊരു പ്രയാസം വന്നു. ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് നിൽക്കാൻ പോയത് കുഴഞ്ഞ് ഞാൻ കട്ടിലേ വീണു. പക്ഷെ എനിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ട്. പക്ഷെ എനിക്ക് എഴുന്നേൽക്കാൻ ഞാനാകെ വിറയ്ക്കാൻ തുടങ്ങി. വീട്ടിൽ ഭയങ്കര നിലവിളിയാണ്, ഞാൻ മരിച്ചു പോയോ എന്നുള്ള ചിന്തയാണ്. അമ്മ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ സ്നാനപ്പെടാൻ പോകണം, നിന്നെ കർത്താവിനോട് കൊടുത്താൽ നീ ഇതിനെ മാറി നിൽക്കുക. എന്നാലും എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ വചനം ജീവിക്കുന്നു പറയുകയും എൻ്റെ ശരീരത്തിൽ നിന്ന് ഏതോ ഒരു കെട്ടഴിഞ്ഞു പോകുന്നുണ്ട്. അതോ എന്നെ രക്ഷാനിർണയത്തിൻ്റെ ഒരു നിമിഷമാണ്. എൻ്റെ കെട്ടഴിഞ്ഞു പോയി, സ്വാതന്ത്ര്യമായി. അന്നേരം നേരെ ഹോളിൽ പോവുകയാണ് സ്നാനപ്പെടാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങൾ 5 പേരാണ്. ഓരോരുത്തർ എഴുന്നേറ്റ് സ്നാനപ്പെടാൻ പറഞ്ഞു. എനിക്കറിയല്ലോ എന്താന്ന്, ഞാനും ഒറ്റ കരച്ച് ഞാൻ സ്നാനപ്പെടാൻ പോകുന്നത്. അങ്ങനെ അന്ന് തമ്പരൊക്കെ അടിച്ച് അന്ന് ഒത്തിരി ആളുകൾ വന്നു കാണാനായിട്ട് വിശ്വാസികളെ. അന്നത്തെ നിലവാരത്തിൽ പെന്തക്കോസ്തിൽ ഒരുപാട് ആളുകൾ, പാസ്റ്റർമാർ അന്ന് വന്നു. എന്നെ ചെന്നിത്തല ജേക്കബ് സാറ്, ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഫിന്നി ജേക്കബിൻ്റെ പിതാവാണ് എന്നെ സ്നാനപ്പെടുന്നത്. അവിടുന്ന് ചർച്ചയിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ, വലിയൊരു കൂട്ടം ആളുകൾ. അങ്ങനെ 4 മണി കഴിഞ്ഞ് സ്നാനപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഇന്നും അത് എനിക്ക് കോരിത്തരിക്കുക. ആ കാര്യം ഓർക്കുമ്പോൾ വേറെ പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ അന്ന് ആദ്യമായിട്ടാണ് ഒരു കുടുംബം മുഴുവൻ സ്നാനപ്പെടുന്നത്. സന്തോഷത്തോടെ അവിടെ ഒന്ന് അന്നേരം അദ്ദേഹത്തിന് വീട്ടിലോട്ട് കയറുന്ന ഒരു ചെറിയ കയറ്റമുണ്ട്, ചെറിയൊരു കയറ്റം. ഗേറ്റ് കഴിഞ്ഞ് അന്നേരം ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്. മൈക്ക് വെക്കുന്നതിനെ കേട്ട സൗണ്ടാണ്. എൻ്റെ പേര് വിളി രാജു ഉറക്കെ വിളിക്കുന്നു. ഈ സ്നാനം കഴിഞ്ഞ് ഹോളിലോട്ട് പോവുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവുക. അവിടുത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ. ഭയങ്കര സൗണ്ട് കേൾക്കുകയാണ്. രാജു, എനിക്കിതിനെ ആവശ്യമാണ്. എൻ്റെ ജ്യേഷ്ഠൻ പട്ടാളത്തിൽ കൊണ്ടുവന്നിരിക്കുക, ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ കർത്താവേ. എന്നിട്ട് ഞാൻ അത് കേട്ട് സമർപ്പിച്ചു.
എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം എന്നുള്ള ആഗ്രഹം പറയുകയും അങ്ങനെ പോൾ പിള്ള അവിടെ ഒരു ദിവസം വരികയാണ്. പോൾ പിള്ള വരുന്നതിന് മുമ്പേ ഇതിനിടയ്ക്ക് വേറെ ഒരു സംഭവമുണ്ട്. വരുന്നതിന് മുമ്പേ എവിടെ നിന്നൊരു പ്രവാചകൻ വന്ന് എൻ്റെ ദൈവത്തെ പ്രവചിച്ചിട്ട് പറയുകയാണ്, നീ ഇത്ര മാസത്തിനകം വടക്ക് ഇന്ത്യ പഠിക്കാൻ വേണ്ടി പോകും. നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവധിക്ക് നീ സുവിശേഷ പ്രവർത്തനത്തിൽ പോകുമ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ നിന്നെ മുറിക്കകത്ത് കയറ്റും. ആ കയറ്റി കഴിഞ്ഞ് നിന്നെ ഉപദ്രവിക്കാൻ നോക്കും, നിന്നോട് കൂടെ ഉപദ്രവിക്കാൻ നോക്കും. നീ ബൈബിൾ സ്കൂളുകൾ നടത്തും, ബൈബിൾ സ്കൂൾ പഠിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞു, ഇത്ര പറഞ്ഞുള്ളൂ. അങ്ങനെ പിള്ളാച്ചൻ വന്നു, അങ്കിള് വന്നു, ഹരിയാനെ പഠിച്ചു. അങ്ങനെ കാൺപൂർ പോവുകയാണ്. കാൺപൂർ 2 മാസം പ്രവർത്തനം. അന്നേരം ഞങ്ങൾക്ക് ഈ ബുക്സ് വിറ്റ് വേണം ചിലവഴിക്കാൻ. നമുക്ക് റൂമിനുള്ള വാടക തരും. അന്നേരം ബുക്സ് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങളാണ്. ഒരു പാക്കറ്റുണ്ട്, ചില്ലറയുണ്ട്. അന്നേരം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കണക്ക കിതാബ്, ഒരണയ്ക്ക് അന്ന് അണക്കണക്ക, 4 അണയ്ക്ക 4 കിതാബ്, 4 അണയ്ക്ക് 4. അന്നേരം ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരു 2 രൂപയുടെ 3 രൂപ വിറ്റ് കഴിഞ്ഞാൽ അത് മതി. അങ്ങനെ പോകുമ്പോൾ ഒരു തെരുവിക്കൂടെ പോകുമ്പോളേ ഞാൻ ഇന്നും ഓർക്കുന്നു, ഒറ്റപ്പാളി കഥവ് 2 ചെറുപ്പക്കാരെടുക്കുന്ന ബയലോ കന്തറാവെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച് ഒരു വിശ്വാസികളാണ്. കഥ കടച്ച് ഞങ്ങളെ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങി. ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ കൂടെ ജോണെന്ന് പറഞ്ഞ ആളുണ്ട്. ഞങ്ങൾ 2 പേര്, 2 പേര് ഞങ്ങൾ ഇവിടെ ഉള്ളൂ. ഒരു പ്രതിമ കൊണ്ടുവച്ചു. വന്നിട്ട് പറഞ്ഞു, ഉറക്കെ ജയ് ഭഗവാൻ പറയാൻ പറഞ്ഞു. പെട്ടെന്ന് ആ പ്രവാചകൻ പറഞ്ഞു ഓർന്നു, നിന്റെ ശരീരത്തിൽ രോമത്തിന് കേടി വരികയെന്ന് പറഞ്ഞു. അവർ ഉറക്കെ ജോർസോ പോലോ ജയ് ഭഗവാൻ ഉറക്കെ പറയാൻ പറഞ്ഞു. ഞങ്ങൾ മിണ്ടുന്നില്ല. ആബ്ലോ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. ഉടനെ അവർ ഉപദ്രവിക്കാനുള്ള മട്ടിലൊക്കെ വരുന്നത്. ഞങ്ങൾ പയ്യന്മാരല്ലേ. കാരണം അന്ന് പ്രവാചകൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെറുപ്പം 20 വയസ്സ് കഴിഞ്ഞുള്ളൂ, നമ്മൾ ജയ് ഭഗവാനൊക്കെ പറഞ്ഞു വരും. പക്ഷെ അദ്ദേഹം ആയപ്പോൾ ഞങ്ങൾ 2 പേരിലും പരിശുദ്ധാന പവർ വന്നിട്ട് ഇവരെ 4 പേരും പൊക്കി എടുക്കാനുള്ള പവർ വന്നു. അപ്പം ഞാനവിടെ ഇപ്പോൾ പറയുന്നില്ല ഇവിടെ, ഞാനവിടെ അവരുടെ ദൈവത്തെപ്പറ്റി ചില കാര്യങ്ങൾ എൻ്റെ അറിവിൽ പറഞ്ഞു. ഇവർ 4 പേരോട് ഇരിക്കുകയാണ്. കുറച്ചു നേരം അറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞു. യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, ബാഹർ ചൊല്ലു, പെട്ടെന്ന് പൊക്കോളം പറഞ്ഞു. പുറത്ത് പൊക്കോളം. ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് ആണ് ഇവർ കഥ തുറന്ന് നോക്കുന്നത്. ഞങ്ങളെ ദൈവം തമ്പരാൻ അവിടെ കിട്ടിയതാണ്. ദൈവത്തിൻ്റെ ആ മുൻനിർണ്ണയം ഞാനിപ്പോൾ ഓർക്കുന്നു. മനസ്സിലായി. എന്ന് 50 വർഷങ്ങൾക്ക് മുമ്പേ. അന്നും ഇതുപോലെ ഈ സുവിശേഷത്തിന് എതിർപ്പുണ്ടായിരുന്നു? അത്ര എതിർപ്പില്ല. പരസ്യമൊന്നുമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളേ ഉള്ളൂ. ലേഖലേഖം മൊത്തം കൊടുക്കുന്ന എല്ലാം പുസ്തകങ്ങളൊക്കെ കൊടുക്കും. അന്ന് അങ്ങനെ വിഷയം അത് പരസ്യങ്ങൾ നടത്തും. അന്ന് ഇത്ര ഉണ്ടായിട്ടില്ല. അത് 1980 ശേഷമാണ് ഈ ഭാരതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. എനിവേ, അന്ന് ഈ ഗ്രേസിലെ പഠനം കഴിഞ്ഞിട്ട് ഗ്രേസിലെ 3 വർഷം പഠിച്ച ശേഷം എനിക്ക് സത്യം കേരളത്തിൽ ബൈബിൾ കോളേജ് അറിയാലെന്നേ. ഞാൻ മർത്തുവം പശ്ചാത്തലത്തിലാണ് ബൈബിൾ കോളേജ് എന്നത്. ബൈബിൾ സ്കൂളൊന്നും അറിയില്ല. ആകെ അറിയുന്ന പിള്ളാച്ചൻ്റെ ബൈബിൾ കോളേജ്, ഞങ്ങൾ പിള്ളാച്ചൻ അങ്കിളിൻ്റെ ബൈബിൾ കോളേജ്. അവിടെ നിന്ന് ഞാൻ TS കുഞ്ഞിച്ചാനാണ് വിളിക്കുന്നത്. കുഞ്ഞിച്ചാൻ ഒരു കത്തെഴുതുകയാണ്. ഞാനിങ്ങനെ ഞാൻ ഭാഷണം നേരെ വെച്ചിട്ടില്ല. എത്ര നാൾ പഠിച്ചു, എനിക്ക് മലയാളം പഠിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ മലയാളം പഠിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കാർഡ് വന്നു. അങ്ങനെ 60 പേര് അന്ന് ഇൻ്റർവ്യൂവിന് പോയി. 15 പേര് എടുക്കുകയുള്ളൂ. 15 പേരെ കുമ്പനായിട്ട് പഠിപ്പിക്കാൻ എടുക്കുന്നു അന്ന്. എന്നാൽ 78 കാര്യമാണ്. 15 പേര് 30 പേര് 2 വർഷം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് കുഞ്ഞിച്ചായൻ പറഞ്ഞു, കുഞ്ഞിച്ചായ രാജു നീ ഒരു കാര്യം ചെയ്ത് അവിടെ പഠിച്ചതല്ലേ, 1 വർഷം പഠിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഈ ചീജപ്പച്ചൻ്റെ അവരുടെയൊക്കെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് 2 വർഷം പഠിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ രാജു അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് എൻ്റെ കൂടെ തൃശ്ശൂരുള്ള 2 ദൈവദാസന്മാരെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ മകൻ, ഇപ്പം നിത്യതരായിരിക്കുന്ന TP പൗലോസ്. ഞങ്ങൾ ഉറ്റ സ്നേഹിതരാണ്. പിന്നെ TM ജോസഫ്. അന്നേരം അവർ പറഞ്ഞു നമുക്ക് തൃശ്ശൂർ പോകാമെന്ന്. അപ്പോൾ നേരത്തെ തൃശ്ശൂരുമായിട്ടൊരു ബന്ധമില്ല? ഒരു ബന്ധമില്ല. ഞാൻ നോർത്ത് ഇന്ത്യ പോകാൻ വേണ്ടി വന്നേക്കുന്നത്. ഓക്കെ. പഠിച്ചേച്ച് നോർത്ത് ഇന്ത്യ പോകണമെന്നുള്ള ആഗ്രഹത വന്നിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹമായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദർശനം കാണും തൃശ്ശൂർ പോകാനായിട്ട്. 1979 കുമ്പനാടത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, അന്ന് കുമ്പനാട് കൺവെൻഷൻ ഞങ്ങളാണ് എല്ലാ കാര്യം ചെയ്തത്. അവിടെ നിന്ന് കിട്ടിയ കാശും ജ്യേഷ്ഠൻ കിട്ടിയ കാശ് തന്നോട് കാശും കൊണ്ട് നേരെ ഞാൻ 79 ജനുവരി മാസം 30-ാം തീയതിക്കാണ് അവിടെ ചെന്നത്. അതിനകം കല്യാണം എല്ലാം കഴിഞ്ഞു? ഇല്ല ബാച്ചിലറായിരുന്നു. ഞങ്ങളെ വീട്ടിൽ ഇളനാട്ടിൽ പോയി പ്രവർത്തിച്ചു. പിന്നെ കട്ടൽപോത്ത് പ്രവർത്തിച്ച് അവിടെ 3 വർഷം കൊണ്ട് 20 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഹോള് പണിതു. 3 വർഷം ഇരുന്നു.
അങ്ങനെ പലയിടത്തും ഇപ്പം 27 വർഷമായി ഞാൻ തൃശ്ശൂർ വെസ്റ്റിൻ്റെ സെൻട്രൽ ശുശ്രൂഷനായിട്ട് 27 വർഷമായിട്ട് 27 വർഷം, വെസ്റ്റ് സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്റായിട്ട് ശുശ്രൂഷിക്കും. ഓക്കെ. ഈ തൃശ്ശൂർ ചെന്നപ്പം അവിടുത്തെ ഭാഷ വ്യത്യാസമുണ്ട്, ഭക്ഷണം വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയാ പിടിച്ചു നിന്നവിടെ? എനിക്ക് ദർശനമുണ്ട്. എനിക്ക് തൃശ്ശൂർ വരുന്ന ദർശനം വന്നു. പിന്നെ നമുക്ക് വേറെ വിഷയം ഉണ്ടായില്ല. പിന്നെ ഭക്ഷണമൊന്നും ഒരു വിഷയം ഇല്ല. അവിടെ തൃശ്ശൂർ എന്നുള്ള ദർശനം വന്നു, അവിടെ പ്രവർത്തിക്കണം എന്നുള്ള. പിന്നെ ഞാൻ കൂടുതലും പരസ്യങ്ങളായിരുന്നു. ഓക്കെ. ഞാൻ പരസ്യം നടത്താത്ത സ്ഥലങ്ങളില്ല തൃശ്ശൂർ. ഇപ്പോഴും ഞാൻ പരസ്യം നടത്തുന്ന ഒരാളാണ്. പാസ്റ്റർക്ക് ഈ പരസ്യങ്ങളിലൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക. എനിക്ക് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പരസ്യം നടത്തുമായിരുന്നു പെരിങ്ങരയിലൊക്കെ. ഓക്കെ. എനിക്ക് പരസ്യത്തെ പറ്റി ഒരു വാക്ക് അവർ താല്പര്യപ്പെടുന്നത്, അന്ന് പുതിയോട്ട കുഞ്ഞെന്ന് പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ആളെ, അദ്ദേഹം പറഞ്ഞു നമുക്ക് രാജു അഭിഷേകം പ്രാപിച്ചതല്ലേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ കയറി നിന്നാൽ മതി, അങ്ങ് വചനം തന്നെ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് ഒരു അംബാസഡർ കാറും വലിയ മൈസെറ്റും ഉണ്ടായിരുന്നു. ഓണ അവധിക്കാലത്ത് ഞങ്ങളെ മാന്നാർ ജംഗ്ഷനിലാണെന്ന് പരസ്യമാവും. എന്നോട് പറഞ്ഞു, രാജു 3 അല്ലേലിയ പറഞ്ഞാൽ മതി, പിന്നെ അങ്ങ് എനിക്ക് 20 വയസ്സായി നേരം 3 അല്ലേലിയ പറഞ്ഞാൽ പിന്നെ അങ്ങ് തന്നെ മെസ്സേജ്. ഞാനും വിശ്വസിച്ചു, പൊട്ടനെ പോലെ വിശ്വസിച്ചു. അതെല്ലാം ദൈവനിയോഗമാണ്. ഞാൻ ഒരല്ലേലിയ പറഞ്ഞു, എനിക്കൊന്നും വിളിപ്പെട്ട്. രണ്ടാമത്തെ അല്ലേലിയ പറഞ്ഞു, ഒന്നും പിടികിട്ടിയില്ല. 3 അല്ലേലിയ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറഞ്ഞ് എനിക്ക് പിടിയില്ല. അവസാനം പറഞ്ഞ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാട്ടുകാരെ എനിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ 8 നില പൊട്ടിയത് എനിക്കറിയാം. പരസ്യത്തെ തകർന്നു ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ നിരാശനായിപ്പോയി. ഇദ്ദേഹം എന്നെ ചതിച്ചെന്നുള്ള ചിന്ത വിജയം കണ്ട. എല്ലാം ദൈവനിയോഗമായിരുന്നു. ഞാൻ കാറിൻ്റെ മറയിൽ ഇങ്ങനെ അബദ്ധമായി പോയല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ്. ഇത് കണ്ട് അദ്ദേഹം പറഞ്ഞു, രാജു 1ാം ക്ലാസ് മെസ്സേജായിരുന്നു, അടുത്ത കളിയിൽ പ്രസംഗിക്കണം പറഞ്ഞു. നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ പൊളിഞ്ഞു പോയെന്ന്. 8 നില പൊട്ടി നമുക്കറിയാം. പക്ഷെ ആ മനുഷ്യൻ്റെ ആ കാഴ്ചപ്പാട്, അദ്ദേഹം പറഞ്ഞു നല്ല മെസ്സേജായിരുന്നു, അടുത്ത കളിയിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പരസ്യത്തിനൊന്നും ഇറങ്ങി. ഓക്കെ. പരസ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ആദ്യത്തെ പ്രസംഗം എവിടെയായിരുന്നു? പെരിങ്ങര മാന്നാത്തെ ആ കവലയിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, നിലവിളക്ക് ഓട്ടുവിളക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കവലയില്. ഇന്നത്തെ പോലെയല്ല, 51 വർഷത്തിന് മുമ്പേ ഉള്ളതല്ലേ. പിന്നെ ഞാൻ കൂട്ടമായിട്ട് പരസ്യമൊക്കെ നടത്താൻ വേണ്ടി പോകുമായിരുന്നു. ഈ കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് 27 വർഷമായിട്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുമ്പോൾ ആ അനുഭവങ്ങൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. തൃശ്ശൂർ പിന്നെ ആളുകൾ നമ്മളെ പുറത്തുനിന്ന് വന്ന ഒരാളെ അങ്ങനെ സ്വീകരിക്കുന്നവരായിരുന്നോ? അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്കത് വിഷയമല്ല. നമുക്ക് ആ ഒരു ദർശനമുള്ളതുകൊണ്ട് നമുക്ക് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു തരാൻ നമുക്ക് വിഷയമല്ലായിരുന്നു. നമുക്കൊരു ശുശ്രൂഷ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എതിർവാദത്തിന് വേണ്ടി അങ്ങനെ പോകുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു. ഓക്കെ. ഈ അവിടെ ഒരു ബൈബിൾ കോളേജ് നടത്തി അല്ലേ? എത്ര വർഷം നടത്തി? 21 വർഷം നടത്തി. 23 വർഷം. അത് ഒരു വലിയ പ്രവർത്തനമായിരുന്നു. വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ എൻ്റെ അവിടുന്ന് പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. മിസ്പ, ഞാൻ അനേക തവണ അവിടെ വന്നിട്ടുണ്ട്. മിസ്പ ബൈബിൾ കോളേജ്. പിന്നെ 2015 ഞാൻ നിർത്തിയത് പിള്ളേരെ കിട്ടാനില്ല, മലയാളികളെ കിട്ടാനില്ല. മലയാളികൾ പഠിച്ചവരൊക്കെ വലിയ വലിയ ആളുകളായിട്ടുണ്ട്. മലയാളികളെ ഇപ്പോഴത്തെ ഒരു വലിയ വലിയ പ്രതിസന്ധിയാണ്. ആരുമില്ല, മലയാളികളായിട്ട് ആളുകൾ ആരുമില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നില്ല. എനിവേ ഒത്തിരി ബൈബിൾ കോളേജുകൾ പൂട്ടിപ്പോയി. ഒത്തിരി കേരളത്തിലെ മലയാളികൾ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ് എനിക്കറിയില്ല. ഓക്കെ. അപ്പം ആ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം, സെൻറ്ററിൻ്റെ പ്രവർത്തനം, ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? മറ്റുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പരസ്യവും അങ്ങനെയാണ് കൂടുതലുള്ളത്. ഓക്കെ. അല്ലാതെ പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോയി ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. ഞാൻ വാണിയമ്പാറ പോയിട്ട് ഒരു ജീപ്പ് ഷെഡ് വാടകയ്ക്കെടുത്തു. അത് കൂട്ടാല സഭയിരിക്കുമ്പോഴാണ് വാടകയ്ക്കെടുത്തു. അവിടെ ക്ലാസ് നടത്തി. എനിക്കൊന്നൊരു 3 മാസം കഴിഞ്ഞപ്പോൾ 7 പേരെ സ്ഥാനപ്പെടുത്തി. ഇന്ന് ആ സഭയുണ്ട് അവിടെ. അത് ആദ്യം സ്ഥാനപ്പെട്ടത് സജി ജോർജ് എന്നാണ്. ആ സജി ജോർജ് മിസ്പ ബൈബിൾ കോളേജിൽ 2 വർഷം പഠിച്ചു. അതിനുശേഷം സജി ജോർജ് MGH പാസ്സായി. ഇപ്പം ചർച്ചക്കൂടിൻ്റെ പാലക്കാട് മേലെ സെൻട്രൽ പാസ്സായി.
സജി ജോർജ്. സജി ജോർജ്. എന്നിട്ട് സജി ജോർജിനെ ഞാൻ സ്ഥാനപ്പെടുത്തി. സജി ജോർജിൻ്റെ കല്യാണം ഞാൻ നടത്തിയത്. അങ്ങനെ മനസ്സിലായി. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇത് കൂടാതെ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്? നോർത്ത് ഇന്ത്യയിൽ എല്ലാ വർഷവും പോകാറുണ്ട്. ഞാൻ വർഷം ചിലപ്പോൾ 2 പ്രാവശ്യം പോകും. ബീഹാറിൽ ഇന്ത്യ മിഷനുള്ള ബന്ധത്തിലാണ് പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ ചെല്ലും, അവിടെ ചെന്ന് കഴിയുമ്പോൾ വണ്ടി വരും. അന്ന് വൈകുന്നേരം മുതലേ പോരുന്നിടം വരെ എല്ലാ പ്രോഗ്രാമെല്ലാം ശരിയാകും. മനസ്സിലായി. എന്നിട്ട് ഞാനവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ ദൈവം തരുന്ന പണമല്ലാതെ ഞാൻ അവിടെ നിന്ന് ആരെയും മേടിക്കുകയില്ല. പിന്നെ പാവപ്പെട്ട ദൈവദാസന്മാരെ കണ്ട എന്തെങ്കിലും ചെറിയൊരു തുക കൊടുക്കും. അവിടെ നിന്നൊരു വരുമാനമോ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. നമുക്ക് ഒരുപാട് സ്ഥലത്തെ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ ഇന്ത്യ മിഷൻ എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഫെബ്രുവരി മാസം അന്ന് ഞാൻ രാജുപോക്കാല സമയത്ത് സാർ പറഞ്ഞു മസ്റ്റായിട്ട് വരണം, ഫെബ്രുവരി വരണം. അവിടെ ഏറ്റവും വലിയ ഉപവാസമാണ്. 10,000-4,000 പേര് കൂടുന്നതാണ്. ഭയങ്കര ആൾക്കൂട്ടം, ഉദ്ദേശിക്കുന്നതൊക്കെയല്ല വലിയ ആൾക്കൂട്ടമാണ്. ഒരു ഭാഗത്ത് പ്രതികൂലം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ കണ്ടവൻ ആത്മാക്കളെ. കഴിഞ്ഞ നവംബർ മാസം അവസാനം അവിടെ നിന്ന് തന്നെ വിളിച്ചു. 50 പേരെ സ്നാനപ്പെടുത്താനായിട്ടുണ്ട്. രാജു പാഷ വരണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയാൽ 50 പേരെ സ്നാനപ്പെടുത്താനുണ്ട്. ഓക്കെ. എനിവേ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാനിടയായി തീർന്നു. സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്നു, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. കുടുംബം 2021 മാർച്ച് മാസം 1-ാം തീയതി ഭാര്യ അറ്റാക്കിനായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് ഭാര്യയുടെ പേരെന്തുവായിരുന്നു? മേരിക്കുട്ടി ജോസഫ്. മേരിക്കുട്ടി. എന്നായിരുന്നു വിവാഹം നടന്നത്? വിവാഹം നടന്നത് 1980 ജനുവരി മാസം 10-ാം തീയതി. എൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയും 2 സ്കൂളിലെ HM-മാരായിരുന്നു. അവർ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന പൊസിഷനുള്ള സമയത്ത് എൻ്റെ വൈഫിനെ 15-ാമത്തെ വയസ്സിൽ കൂട്ടാല സഭയിൽ ആരാധനയ്ക്ക് പോയപ്പോൾ അന്നൊരു പ്രവാചകൻ വന്ന് എൻ്റെ ഭാര്യയോട് പറയുന്നൊരു കാര്യമാണ്, നീ അനേകരുടെ അമ്മയാകും, നീ പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഞാനൊരു 15 വയസ്സുള്ള കുട്ടിയോട് അനേകരുടെ അമ്മ എന്ന് പറയുന്ന നാണക്കേടല്ലേ. പക്ഷെങ്കിൽ എൻ്റെ വൈഫിന് സുവിശേഷ വേല ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായി. അന്നേരം എൻ്റെ പിതാവും എൻ്റെ ഫാദറിലോയും മദറിലോയും 2 സ്കൂളിലെ അധ്യാപകരാണ്. 2 സ്കൂളിലെ അധ്യാപകരായിരിക്കുമ്പോൾ ഒരു മോളെ സുവിശേഷം കൊണ്ട് കിട്ടിച്ച് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പാർസറേജ് നല്ലതില്ല, ഒന്നുമില്ല. അവളുടെ ഡെഡിക്കേഷനാണ് ഈ ബൈബിൾ കോളേജ് ഇത്രയും നാളും മുന്നോട്ട് പോയത്. അത് പറയാൻ പറ്റാത്തത്, കാരണം അങ്ങനത്തെ സാഹചര്യമാണ്. വിദ്യാർത്ഥികളെല്ലാം അമ്മയെ പോലെ. പിന്നെ ആ പ്രവചനം എന്ന് മനസ്സിലായി ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ മരിച്ച് അവിടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഞങ്ങളുടെ ബൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വന്ന് ഒരു കാര്യം അന്നാണ് മനസ്സിലാകുന്നത്, ഇത് ഞങ്ങളുടെ അമ്മയാണ് മരിച്ചു കിടക്കുന്നത്. അന്നേരം 15 വയസ്സിൽ പ്രവചിച്ച ആ പ്രവചനം പൂർത്തിയാകുന്നത് ഞങ്ങളുടെ അമ്മയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്, ഞങ്ങളുടെ അമ്മ പോയി. അന്നേരമാണ് മനസ്സിലാകുന്നത്. പിന്നെ എനിക്ക് 2 പെൺമക്കളുള്ളത്. മൂത്ത മോളെ ഷെറിൻമോൾ എന്ന് പറയും, സാബു ചാപ്പുറത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞുണ്ട്. ഇളയ മകൾ ഷാനിമോളുടെ തൃശ്ശൂർ തന്നെയാണ്. ഭർത്താവ് ജോലി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടാണ്. 2 കുഞ്ഞുങ്ങളെ. അന്നേരം എനിക്കൊരു സഹായം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോളെ ഇടയ്ക്ക് വരുന്നതാണ് എനിക്ക് സഹായമുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പം 5 വർഷമാകാറായി. അടുത്ത മാർച്ച് 1-ാം തീയതി 5 വർഷമാകാറായി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇനി അടുത്ത എൻ്റെ ആഗ്രഹം വരുന്നത്, ഞാൻ 2026 ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ മൈക്ക് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ പരസ്യം നടത്തുക, എൻ്റെ ലാസ്റ്റ് ശുശ്രൂഷ എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് സെൻറ്ററിനെ ചുമതലയുണ്ട്, ബീഹാറിൽ പോകും. ഞാനൊരു വെറുതെ ഇരുന്ന് സമയം കളയുന്ന ഒരാളല്ല. അങ്ങനെ സാംകുട്ടിയുമായിട്ട് കാണാനും, എനിക്ക് സാംകുട്ടിയെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ കാണാനൊക്കെ ഒരു അവസരം ഒരുക്കി. എല്ലാം ദൈവനാമമാകട്ടെ. നിങ്ങളുടെ ഈ ചാനൽ ഏറ്റവും നല്ല നിലയിൽ ഇന്ത്യയിൽ അറിയപ്പെടട്ടെ. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.